ഹേ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെയിലിൻ്റെയൊക്കെ ഒരവസ്ഥ എന്താണ്? ചൂടാണ്. അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കുടയൊന്നും എടുക്കാൻ മറക്കാതെ ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഏപ്രിൽ 15 കഴിഞ്ഞ് വിഷു കഴിഞ്ഞിട്ട് ഊട്ടിക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റായത്. അപ്പം അന്ന് ഊട്ടിക്ക് പോയ സമയത്ത് ഊട്ടിക്ക് പോയിട്ടുള്ളവരൊക്കെ നിർബന്ധമായിട്ടും പോയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും ഇത്. കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ സെൻറ്റർ, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അന്ന് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ പൂക്കൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഫീ എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് 200 രൂപ അങ്ങനെയാണ് വരുന്നത്. വലിയൊരു ഏരിയ ആണ്. ഞാൻ ഇത് തുടക്കം കാണിക്കുന്നത്, പക്ഷേ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പോർഷൻ വരുന്നത് ലാസ്റ്റിലാണ്. അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഇതായതുകൊണ്ടാണ് കേട്ടോ ഇത് ആദ്യം കാണിക്കുന്നത്. ഈ ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഫ്ലവർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീരില്ല. മിനിമം ഒരു 3 hours 2 hours 3 hours ഒക്കെ എടുത്താൽ നമുക്കിങ്ങനെ ഓരോന്നും കണ്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. അത്രയും ഏരിയ ഉണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു വണ്ടി ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കയറാം. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് എന്തോ 200 രൂപ അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ് വരുന്നത്. റേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, ഏട്ടനായിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ പോകും. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നടന്ന് തന്നെ കാണുക. വണ്ടിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നടന്ന് കാണുന്നതിൻ്റെ ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണ്, അപ്പോൾ ഈ ഒരു പോർഷൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അത്രയും ഭംഗിയാണ്. നടന്ന് അമ്മയും മോളൊക്കെ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ ഒട്ടും ഇരുന്നിട്ടില്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എല്ലാ കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഇതാണ് കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കാണിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഈ തൂക്കുപാലം ഒക്കെയാണ്. ഇതിന് ചെറിയൊരു ഇളക്കമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഞാനും മോളും മാത്രമേ നടന്നു, ബാക്കി എല്ലാവരും ടയേർഡായിട്ട് അവിടെ ഇരിപ്പായിരുന്നു. പക്ഷേ ഞാനും മോളും അപ്പോൾ തുടങ്ങിയ നിർത്താണ്ട് അങ്ങോട്ട് നടക്കുകയായിരുന്നു. പിന്നെ മോൾക്ക് മീൻ അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറേ നേരം അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ മീനാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാനിങ്ങനെ അതിശയപ്പെടുമായിരുന്നു ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരിടുന്നൊരു എഫേർട്ടും. അത്രയ്ക്ക് സ്റ്റാഫ്സും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി അതിങ്ങനെ എടുത്തു. അപ്പം നമുക്ക് മലയാളികൾ സ്വാഭാവികമായിട്ടും മുമ്പുള്ള ആൾ എടുക്കുന്ന കാണുമ്പോൾ നമ്മളും എടുക്കുമല്ലോ. പക്ഷേ ഞാൻ എന്തെന്ന് വെച്ചാൽ ചോദിച്ചു. അപ്പോൾ അവർ തമിഴിലെന്തോ പറഞ്ഞു, എടുക്കരുത്, അതൊക്കെ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എടുത്തില്ല. അവരത്രയും ഇങ്ങനെ അവിടെ ആ ഒരു ഭാഗത്ത് തന്നെ 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാർക്ക് ഒന്നുമില്ല, പക്ഷേ ഇതുപോലത്തെ 1-2 സംഭവങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ തന്നെ ഒത്തിരി ഫോട്ടോസ് എടുക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ഫോട്ടോസ് എടുക്കുക. ഞാൻ എടുത്തെടുത്ത് എനിക്ക് എന്താ പറയുക, എനിക്ക് ഇട്ടിട്ട് മതിയായി. ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇടാൻ മാത്രം അത്രയും ഫോട്ടോസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓൺലൈൻ വാങ്ങിയ ഡ്രസ്സാണ്, അധികം റേറ്റൊന്നുമില്ല. പിന്നെ നല്ല കംഫർട്ടബിളാണ്. നമ്മളിപ്പോൾ ഇതുപോലത്തെ ട്രിപ്പൊക്കെ പോകുമ്പം നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഓക്കെ, ബാക്ക്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൽ കാണുന്ന സംഭവമാണ് കേട്ടോ ഇത്. കയറി ഉടനെ തന്നെ നമ്മൾ കാണുന്നൊരു വ്യൂ ആണ് ഇത്. നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതും അങ്ങനെയൊക്കെയാണ്. അന്ന് പോയതിൽ ഈ ഒരു സ്ഥലത്ത് പോയ വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. അടുത്തൊരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. എൻ്റെ തിരക്ക് കാരണം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഹൈപ്പും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.